ഹൈക്കോടതി ആവശ്യപ്പെട്ടത് പ്രകാരം ബുധനാഴ്ച ഉച്ചയോടെ സുനിൽകുമാറിനെ ഡിവിഷൻ ബെഞ്ചിന് മുൻപാകെ ഹാജരാക്കുകയായിരുന്നു. ഭാര്യ ആർതി സാഹു സമർപ്പിച്ച ഹർജിയുടെ അടിസ്ഥാനത്തിലായിരുന്നു ഇത്. വിശാഖപട്ടണം നാവികാസ്ഥാനത്തെ ഉന്നതർക്കെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ചതിലെ പ്രതികാരമായാണ് ഭർത്താവിനെ പിടിച്ചുവെച്ചതെന്നായിരുന്നു ആർതിയുടെ ആരോപണം. കോടതി നിർദ്ദേശിച്ച പ്രകാരം എറണാകുളം ജനറൽ ആശുപത്രിയിലെ സൈക്കോളജിസ്റ്റ് ഡോക്ടർ ആനിയമ്മ ജോർജ് സുനിൽകുമാറിനെ പരിശോധിച്ചു. രോഗമില്ലെന്ന് റിപ്പോർട്ടും നൽകി. തുടർ പരിശോധനകൾക്കായി നാവികനെ കൊച്ചി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കാൻ കോടതി പറഞ്ഞു. നവംബർ 5-ന് ഇയാളെ ഡിവിഷൻ ബെഞ്ചിന് മുൻപാകെ ഹാജരാക്കണം. കോടതിയിൽ ഏറെ പ്രതീക്ഷയുള്ളതായി ആർതി സാഹു പ്രതികരിച്ചു. 5 days के लिए मतलब 5 तारीख को फिर से उनको कोचीन का जो मेडिकल कॉलेज है वहाँ पे भेज रहे हैं. കഴിഞ്ഞ ഒക്ടോബർ 13-നായിരുന്നു സുനിൽകുമാർ നേവി കമാൻഡിംഗ് ഓഫീസർ അടക്കം 5 പേർക്കെതിരെ പരാതി നൽകിയത്. പിന്നീട് നാവികനെ തേടി ഭീഷണി സന്ദേശങ്ങളും എത്തി. ഇത് മുൻനിർത്തി ഒക്ടോബർ 21-ന് ആർതി SP-ക്കും കളക്ടർക്കും പരാതിയും നൽകിയിരുന്നു. എന്നാൽ ഒക്ടോബർ 22-ാം തീയതി സുനിലിനെ നാവികാസ്ഥാനത്ത് വിളിച്ചു വരുത്തുകയും ബലമായി മാനസിക രോഗ വിഭാഗത്തിൽ പ്രവേശിപ്പിക്കുകയുമായിരുന്നു എന്നാണ് ആരോപണം. മീഡിയ 1 കൊച്ചി.